ഇപ്പോൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഈ സ്ഥലം സന്ദർശിക്കുകയാണ്. ഇവിടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിവിധ സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പമാണ്. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ എന്ന രീതിയിലാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് സന്ദർശനത്തിനെത്തുന്നത്. സന്ദർശനത്തിനെത്തുക മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുമെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ ചലച്ചിത്ര താരം എന്നതിനപ്പുറത്തേക്ക് ലഫ്റ്റനന്റ് കേണൽ എന്ന നിലയിലുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അല്ലേ? അതെ, അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഔദ്യോഗികമായ സന്ദർശനമാണ്. ഔദ്യോഗികമായൊരു സന്ദർശനം എന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം സൈന്യം പൂർത്തീകരിച്ച ബെയിലി പാലത്തിൻ്റെ സമീപത്തും അദ്ദേഹം എത്തും. അവിടെയും സൈനികരെ ഉൾപ്പെടെ അദ്ദേഹം കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടേക്ക് ചൂരൽമല ഭാഗത്തേക്കും എത്താൻ, ചൂരൽമല ഭാഗത്തു നിന്ന് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്കും പിന്നീട് പുഞ്ചിരിമറ്റത്തേക്കും വരാനുള്ള സാധ്യതയാണ് ആദ്യം പറഞ്ഞതെങ്കിലും ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അദ്ദേഹം ഇവിടേക്ക് എത്തി ഈ സ്ഥലം സന്ദർശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ അല്പസമയം മുമ്പാണ് ചൂരൽമലയിൽ നിന്ന് അദ്ദേഹം ഇവിടേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം ഈ വലിയ പാറക്കഷ്ണങ്ങളുമെല്ലാം ഈ പാറക്കഷ്ണമെല്ലാം ഈ ഉരുൾപൊട്ടലിൽ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് വന്ന് പതിച്ചതാണ്. ഇതിൻ്റെ ഒരു അദ്ദേഹം മോഹൻലാൽ ഉൾപ്പെടെയുള്ള സംഘം ഈ മുണ്ടക്കൈ ടൗണിന് തൊട്ട് താഴെ ഇറങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഈ മുകൾ ഭാഗത്താണ് നിന്നിരുന്നത്. അവിടെ നിന്ന് ഈ ദുരന്ത ദൃശ്യത്തിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അദ്ദേഹം ഇപ്പോൾ ഈ മുകൾ ഭാഗത്തേക്ക് നടന്നു വരികയാണ് കേട്ടോ. അതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഈ മുണ്ടക്കൈ ടൗണിന് തൊട്ട് താഴെ ഇറങ്ങി ദുരന്ത മേഖല മുഴുവനായി കാണുന്നതിന് വേണ്ടി അവിടെ ഇറങ്ങി അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണ്, മുകൾ ഭാഗത്തേക്ക് കയറി വരികയാണ്. അദ്ദേഹത്തോടൊപ്പം മറ്റ് സൈനിക ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഈ ദുരന്തത്തെ സംബന്ധിച്ചും മറ്റുമുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകുകയാണ്, അദ്ദേഹത്തിന് കൈമാറുകയാണ്. ദുരന്ത മേഖലകൾ സംബന്ധിച്ചുള്ളൊരു വിവരണം ഉദ്യോഗസ്ഥർ നൽകുന്നതും നമുക്ക് കാണാം. തീർച്ചയായും ദുരന്തഭൂമിയിലേക്ക് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര താരം എന്നതിനപ്പുറത്തേക്ക് ലഫ്റ്റനന്റ് കേണൽ, ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഓണററി പദവി അദ്ദേഹത്തിനുണ്ട്. ലഫ്റ്റനന്റ് കേണലാണ്. ആ പദവിയുടെ ഔദ്യോഗിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ദുരന്തഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ മേലെ മുണ്ടക്കൈയിൽ അദ്ദേഹം എത്തുകയും അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹം നേരത്തെ ടെറിട്ടോറിയൽ ആർമി സൈനിക ക്യാമ്പിലെത്തി അവിടെ നിന്നാണ് ഈ ദുരന്തഭൂമിയിലേക്ക് വന്നത്. അദ്ദേഹം മേലെ മുണ്ടക്കൈക്ക് താഴെ, ടൗണിന് താഴെ ഇറങ്ങിയതിനു ശേഷം ദുരന്തഭൂമിയിലൂടെ നടന്നാണ് മുകളിലേക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം സൈനികരുടെയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒരു വിഭാഗമുണ്ട്. അവർ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ്. ഈ ദുരന്തഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മോഹൻലാൽ കൂടി ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ വേണ്ടി അങ്ങോട്ടേക്ക് ലഫ്റ്റനന്റ് കേണൽ എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചലച്ചിത്ര താരം എന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ വരവ്. അദ്ദേഹത്തിന് കിട്ടിയ ലഫ്റ്റനന്റ് കേണലിലെ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവിയുടെ ഔദ്യോഗിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ എല്ലാ തുറകളിലുള്ളവരും ഈ ദുരന്തഭൂമിയിൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു കൂട്ടായ്മയുടെ, ഒത്തൊരുമയുടെ ഒരു കാഴ്ച നമ്മുടെ മുൻപിലുണ്ട് എന്നത് ആശ്വാസകരമാണ്. ഒരു ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ വെളിപ്പാടകലെ നമ്മുടെ ആളുകളുണ്ട്, നമുക്ക് ചുറ്റും നിൽക്കാൻ, നമുക്ക് ചുറ്റും ഒരു വലയം തീർക്കാൻ നമ്മുടെ മനുഷ്യരുണ്ട് എന്ന് പറയുന്നത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഏതൊരു ദുരന്തഭൂമിയിലും മലയാളിയെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും മലയാളിക്ക് കരുത്താകുന്നതും ഇതേ കൂട്ടായ്മ തന്നെയാണ്. നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ നമുക്കെപ്പോഴും നമ്മൾ തന്നെയാണ് കരുത്താകുന്നതും ആശ്രയമാകുന്നതും. അതിൽ എല്ലാ സ്റ്റാറ്റസുകൾക്കും അപ്പുറത്തേക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാത്തിനും പങ്കാളികളാകുന്നു എന്നത് മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയണം.
ഈ ദുരന്തഭൂമിയിൽ 341 മൃതദേഹങ്ങൾ കണ്ടെടുത്തു കഴിഞ്ഞ ഏറ്റവും സങ്കടകരമായ കരൾ പിളരുന്ന കാഴ്ചയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ നിമിഷവും ആ വേദന നമ്മളിലേക്ക് അരിച്ചരിച്ച് കയറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും തളർന്നു പോകാതെ, ഇടർച്ചയില്ലാതെ, ഇടവേളകളില്ലാതെ നമ്മളിവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇനിയും ജീവനോടെ ഒരു കണികയെങ്കിലും, അത് മനുഷ്യനാകട്ടെ വളർത്തുമൃഗങ്ങളാകട്ടെ ആരുമാകട്ടെ, ജീവനോടെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുക എന്നത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി അവർക്ക് ഉചിതമായ യാത്രയയപ്പ് നൽകുക എന്നത് തന്നെയാണ് നമ്മുടെ കടമ. ആ ഉത്തരവാദിത്വം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിറവേറ്റുന്ന ഒരു വലിയ സമൂഹത്തെ, ഒരു വലിയ സംവിധാനത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നത് കേരളം എങ്ങനെ മാറി നിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ദുരന്തഭൂമിയിൽ വന്നിരിക്കുന്നു. ഒരു വലിയ പാറക്കല്ല ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കിലോ കണക്കിന് ഭാരമുള്ള പടുകൂറ്റൻ കല്ല് മുകൾ ഭാഗത്ത് നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഒഴുകി ഈ ദുരന്തഭൂമിയിലേക്ക് എത്തിയതാണ്. വീടുകളുടെ മുകളിലേക്ക് വന്ന് വീണതാണ്. അതാണ് ആ ദുരന്തത്തിൻ്റെ ഭീകരത എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു രക്ഷാപ്രവർത്തകർ നിൽക്കുന്നത്. ആ രക്ഷാപ്രവർത്തകർ നിൽക്കുന്നത് ഒരു വീടുണ്ടായിരുന്ന സ്ഥലത്താണെന്ന് അനൂപ് നമ്മളോട് പറയുമ്പോൾ നമുക്കത് ഏറ്റവും വേദനയോടെയല്ല അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം അവിടെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ മനുഷ്യർ താമസിച്ചിരുന്നു. സ്വപ്നങ്ങൾ പങ്കുവച്ച്, സന്തോഷങ്ങൾ പങ്കുവച്ച്, വിഷമങ്ങൾ പങ്കുവച്ച് ആ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു വീടിന് മുകളിലാണ് അത്രയും മണ്ണടിഞ്ഞു കിടക്കുന്നത്. സ്വപ്നങ്ങളുടെ മുകളിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ മുകളിലേക്കാണ് ആ മണ്ണ് വന്ന് വീണത് എന്ന് പറയുമ്പോൾ ഏറ്റവും വേദനയോടെ അത് കണ്ടു നിൽക്കാൻ മാത്രമേ മനുഷ്യന് ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ചെറുതായി പോകുന്ന, നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മളോട് പറയുകയാണ് ഈ മഹാദുരന്തം. ആ ദുരന്തം പക്ഷേ ആ ദുരന്തത്തിലും നമ്മൾ പകച്ചു നിൽക്കുകയല്ല, അതിനെ അതിജീവിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിൽ പോലും നമ്മളൊരു സ്റ്റാൻഡേർഡ് നിർമ്മിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഏകോപിപ്പിക്കണം എന്നൊരു വലിയ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ നിർമ്മിക്കുകയാണ്. ഇത് മേനി പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഒരു ദുരന്തഭൂമിയിലെ ഏറ്റവും സങ്കടകരമായ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ആ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഇനിയും അതിജീവിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് രക്ഷപ്പെടുത്തിയെടുത്ത 6000-ഓളം മനുഷ്യരെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ദുരന്തഭൂമിയിൽ നിന്ന്, ഈ അപകടത്തിൽ നിന്ന്. അവരെ നമുക്ക് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നതിനപ്പുറത്തേക്ക് പ്രവൃത്തി കൊണ്ട് വരും നാളുകളിൽ നമുക്കത് തെളിയിക്കുകയും വേണം. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ആ സഹോദരങ്ങളെ, അവരെ നമ്മുടെ ഇടയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. 5 ദിവസം മുൻപ് വരെ നമ്മുടെ ഇടയിലുണ്ടായിരുന്ന മനുഷ്യരാണ്. നമ്മൾ പറയുന്നത് കേട്ട് നമ്മളെപ്പോലെ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു നിന്നിരുന്ന മനുഷ്യരാണ്. അവരാണ് ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയത്. വലിയ അപകടത്തിലേക്ക്, സമാനതകളില്ലാത്തൊരു ദുരന്തത്തിലേക്ക് വീണുപോയത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെ ഒരുമിച്ച് നിന്ന് അതിജീവിക്കേണ്ടതുണ്ട്.